നമ്മുടെ പലരുടെയും ഉപ്പമാര് ഉമ്മമാര് നമ്മൾ ഈ നഗരിയുടെ പേര് മാനുപുസ്ലിം സംസ്ഥാന പേരിലല്ലേ എടപ്പുലം മാനുസ്താദിന്റെ പേരിലാണ് നഗരി. അല്ലാഹു തആല അവിടത്തേക്ക് ദറജേറ്റി ബാപ്പുട്ടിന്റെ പേര് ബാപ്പുട്ടിയുടെ പേരിൽ ചേർക്കാൻ വേണ്ടി 2000 രൂപ സംഭാവന അല്ലാഹു കബൂലാക്കട്ടെ. ബാപ്പുട്ടിക്ക് അല്ലാഹു തആല ഖബർ ജീവിതവും അല്ലാഹു സലാമത്തായി കൊടുക്കട്ടെ. പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചേർക്കാൻ വേണ്ടി ചെറുകോടിൽ നമ്മളൊരു പ്രവർത്തകൻ ഇന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ ആക്സിഡന്റിലും മറ്റൊക്കെ ആയിട്ട് തമ്മിൽ നിന്ന് ഈ അടുത്തും മറ്റൊക്കെ വിടവാങ്ങി വരുമ്പോൾ എല്ലാവർക്കും അല്ലാഹു സലാമത്തേറ്റി കൊടുക്കട്ടെ. വർസഖിയാലോകത്ത് അല്ലാഹു വെളിച്ചമേറ്റി കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ ഉപ്പമാര് അതുപോലെ തന്നെ ഉസ്താദുമാര് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ദറജയേറ്റി കൊടുക്കട്ടെ. കുടുംബാംഗങ്ങൾ പഴയ കാലത്ത് നമ്മുടെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകന്മാർ, കാരണവന്മാർ, ഉമ്മമാർ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തേറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ നമ്മളെ പോക്കറ്റ് ഉസ്താദ് വലിയ സന്തോഷമാണ്, വലിയൊരു പ്രകാശമാണ്. നമ്മുടെ ഈ ഭാഗത്ത് ദീനിന്റെ ഹിദ്മകൾക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി ഉസ്താദ് ഞങ്ങൾ അവിടെ പെരിയശാല കൂടല്ലൂർ എന്നാണ് പേരിപ്പോഴും മാറ്റിയില്ല, അങ്ങനെ തന്നെയല്ലേ? ഉസ്താദ് തന്നെയാണ്. മാഷാ അല്ലാഹ്. അപ്പൊ നല്ല പാരമ്പര്യം ഉണ്ടല്ലോ അവിടെ. ഉസ്താദ് കുറെ കാലം ഗൾഫിലായിരുന്നു, ദീനീ ഖിദ്മത്തിലായത്. ഇവിടെ മാഷാ അല്ലാഹ് അപ്പൻഡിക്സ് മാഷാ അല്ലാഹ് അല്ലാഹു തആല ശിഫാക്കട്ടെ. മാഷാ അല്ലാഹ് ഉസ്താദിന്റെ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് പൂർണ്ണ സലാമത്ത് അല്ലാഹു കൊടുക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു തആല കൊടുക്കട്ടെ. ഒരു 3 വരി മദ്ഹ് ദ്വാരക. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. സുറുല്ലാഹിൽ മുസ്തഫാ زد إقامة به زرت حامين زاويا أن قلبك زال زال. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. سلسبيلا سار فيه سيد السادات سير. سلسبيلا تسقى في الحالات كالسلسال سال. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الحمد لله لك الحمد يا ربي يا الله يا معبود حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله. ദുൽഖഅദ മാസത്തിന്റെ ആരംഭത്തിൽ നല്ലൊരു മജ്ലിസിലാണ് ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത്. നീ സ്വീകരിക്കണം റഹ്മാനേ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സ്ഥലമൊരുക്കി തന്നത്, അതുപോലെ തന്നെ ഇവിടെ ഇതിനു വേണ്ടിയുള്ള സംഭാവനകളും സ്വതക്കകളും ചെയ്തത്, സാന്നിധ്യം കൊണ്ട് ഇവിടെ അറിയിച്ച് സഹകരിച്ചത് എല്ലാം നല്ല അമലുകളാക്കി നീ ഖബൂലാക്കണേ അല്ലാഹ്. അർഹമുർറാഹിമീനായ അല്ലാഹ്, കുറവുള്ളവരാണ്, വീഴ്ചയുള്ളവരാണ്, നല്ലവരിൽ ഞങ്ങളെ നീ ചേർക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ഈമാൻ പൂർവോപരി ശക്തിപ്പെടുത്തി തരണേ അല്ലാഹ്.
ഇൽമ് ഞങ്ങൾക്ക് കുറവാണ്. നാഫിയായ ഇൽമ് ഏറ്റി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ശിഷ്യന്മാര്, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, സഹപാഠികൾ, സഹോദരി സഹോദരങ്ങൾ, സ്നേഹജനങ്ങൾ, ഉസ്താദുമാര്, സാദാത്തുക്കൾ എല്ലാവർക്കും ഇൽമു കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. നാഫിയായ ഇൽമു കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അമലായി പറയാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലാഹ്. നിന്റെ അടുക്കൽ മഖ്ബൂലായ നല്ല അമല് തന്ന് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് നല്ല വെണ്മയുണ്ട്, ഞങ്ങളെ ഖൽബ് മലിനമാകാതെ നന്നാക്കി തരണേ അല്ലാഹ്. മാലിന്യങ്ങൾ വരാതെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അതിനുള്ള സുഹൃതങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. സ്വഭാവങ്ങൾ നന്നാക്കി തരണേ അല്ലാഹ്. സംസ്കാരങ്ങൾ നന്നാക്കി തരണേ അല്ലാഹ്. രഹസ്യ പരസ്യ ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, എത്ര കാലമാണ് ഈ ദുനിയാവിൽ ഞങ്ങൾക്കറിയില്ലല്ലോ. എത്ര കാലമാണെങ്കിലും ഖൈറാത്തുകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പോയി കിടക്കുന്ന സ്ഥലത്ത് സന്തോഷത്തോടെ കിടക്കാൻ പറ്റുന്ന നല്ല അമലുകൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഒന്നും ഞങ്ങൾ ചെയ്തു വെച്ചിട്ടില്ലല്ലോ, ഞങ്ങളെ ഖായിബാക്കാതെ ഖബൂലാക്കണേ അല്ലാഹ്. ഈ വർഷം ഹജ്ജിന് ഉംറക്ക് സിയാറത്തിന് പോകുന്ന എത്രയോ ബന്ധുക്കള്, സുഹൃത്തുക്കള്, സഹകാരിതന്മാരുണ്ട്. എല്ലാവരുടെയും അസ്ബാബുകൾ എളുപ്പമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് ഉംറ സിയാറത്തൊക്കെ നിർവഹിച്ചവരുണ്ട്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇനിയും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന്റെ മുമ്പ് നല്ല ആഫിയത്തുള്ള കാലം തന്നെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മർദിയായ നിനക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് അണയാനും മതിവരുവോളം സിയാറത്തിനും തൗഫീഖ് തരണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ ഉപ്പമാര്, ഉമ്മമാര്, കുടുംബക്കാര്, സുഹൃത്തുക്കള്, സ്നേഹിതന്മാര് പലരും ഞങ്ങളിൽ നിന്ന് നീ അടുത്തും മറ്റുമായി വിടവാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ യാക്കൂബാജിയുടെ ഉപ്പ 3 മാസം മുമ്പ് വിടവാങ്ങി. ചെറുകോടിലെ ഇന്ന് മരണപ്പെട്ടു പോയ പ്രവർത്തകൻ അല്ലാഹുവേ, അതുപോലെ പലരും ഉണ്ട്. എല്ലാവരുടെ ഹളറത്തിലേക്കും ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ, ഞങ്ങളെ ദുആഇന്റെ മിസ്ല് നീ എത്തിക്കണേ അല്ലാഹ്. അവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ അഹ്വാല് ഞങ്ങൾക്കറിയില്ല, നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും രോഗികളുണ്ട്, നീ ശിഫാ നൽകണേ അല്ലാഹ്. അന്യരായ ഉസ്താദ് അവരുടെ മകൻ ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലാണ്, പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. കാമിലായ സിഹത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ സുഹൃത്തുക്കളുടെ മക്കള്, ഭാര്യമാരിൽ ചിലര് ക്യാൻസറും മറ്റു രോഗങ്ങളുമായി വിഷമിക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നവരുണ്ട്, അതിന് ഡേറ്റ് കിട്ടിയവരുണ്ട്. പൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹ്. ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് അസ്വസ്ഥരാകുന്നവരുണ്ട്, നീ ശിഫാ നൽകി ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവസാന സമയം വരെ ഇബാദത്തിന് മുടക്കമാകാത്ത രീതിയിൽ നല്ല ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാഹ്. നല്ല സിഹത്ത് ഓശാരമായി തരണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ മക്കള്, സുഹൃത്തുക്കൾ, പ്രവർത്തകന്മാര്, കുടുംബക്കാര് എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഫാസിഖീങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. ഫാജിരീങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ വീട്ടിലും കുടുംബങ്ങളിലും ജീവിതോപാധികളിലും വിദേശത്തെ ഞങ്ങളെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ,